ടവർ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ടവർ? വാവ് വാവ് ആണോ? നമ്മളിപ്പോൾ ഇന്ന് മലേഷ്യയിലെ KL ടവർ കാണാൻ വേണ്ടി പോവാണ്. ടവർ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ഹൈറ്റ് ഒന്നും അല്ലാട്ടോ ഇതിനുള്ളത്. 421 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. KL ടവർ ഔദ്യോഗികമായിട്ട് മെനാറ കോലാലംപൂർ എന്നാണ് അറിയപ്പെടുന്നത്. ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ടവറാണിത്. ഇത്രയും വലിയൊരു ടവർ 1991 ഇവര് നിർമ്മിക്കാൻ ആരംഭിച്ചത്. 1996 ഈ ഒരു ടവർ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. പിന്നീടും പല നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് തന്നെ ഇവരുടെ ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ ഒരു കൺസ്ട്രക്ഷൻ്റെ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. വളരെയധികം ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ചത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നേരത്തേക്ക് ഇവിടേക്ക് പ്ലാൻ ചെയ്തത്. ഈ ഒരു ടവർ മലേഷ്യയിലെ ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ഈ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യാറുണ്ട്. ഇതിന്റെ മുകളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഈ കോലാലംപൂർ ടൗണിന്റെ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടും. നമ്മളിപ്പോൾ ഇതിന്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. ഇത്രയും ഉയരമുള്ള ഒരു ടവറിന്റെ മുകളിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കയറുന്നത്. ക്യൂ ആണോ? ക്യൂ നിന്നേക്കാം. ഗ്ലാസ് തന്നെയല്ലേ ആണെന്നുണ്ടോ? കാണാണ്ടോ? വിളിച്ചോ? വളരെ മനോഹരമായിട്ടുള്ള കോലാലംപൂർ ടൗണിന്റെ വലിയൊരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പെട്രോണാസ് ട്വിൻ ടവറും നേരിട്ട് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒബ്സർവേഷൻ ഡെക്കിന്റെ മുകളിലായിട്ട് ഒരു റിവോൾവിംഗ് റെസ്റ്റോറന്റ് ഉണ്ട്. കോലാലംപൂർ ടൗണിന്റെ പനോരമിക് വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് കറങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഒരു ചുമരിലായിട്ട് വേൾഡിലെ ടോളസ്റ്റ് ടവറുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടവർ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് 96 ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് മലേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ബിൽഡിംഗ് ഇത് തന്നെയായിരുന്നു. പിന്നീട് പെട്രോണാസ് ട്വിൻ ടവർ വന്നപ്പോൾ അതായി മലേഷ്യയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.